അഹമ്മദാബാദ് ഫ്ലൈറ്റ് ക്രാഷ്. പൈലറ്റിന്റെ തെറ്റോ ടെക്നിക്കൽ ഇഷ്യൂ? പൈലറ്റിന് തെറ്റായിക്കൂടെ? ലാൻഡിംഗ് ഗിയർ അപ്പ് ചെയ്തിട്ടില്ല, വിങ്സ് ഫ്ലാറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂ ആയിക്കൂടെ? ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് പോപ്പുലർ പോലത്തെ ഒരു സാധനം പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. മാത്രമല്ല ഒരു സർവൈവർ ഉണ്ടല്ലോ, അയാൾ പറയുന്നുണ്ട് ലൈറ്റ്സ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എഞ്ചിൻ നിന്ന് നല്ല സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ആയിരിക്കാം ഈ പ്രൊപ്പല്ലർ പോലത്തെ സാധനം ബോയിങ് 787 പോലത്തെ ഫ്ലൈറ്റ്സിൽ ഹൈഡ്രോളിക്കൽ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് പുറത്തേക്ക് വരാറ്. അത് മെയിൻ ഇലക്ട്രിക്കൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷെ ഇപ്പം ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്തില്ല എന്നുള്ളതും വിങ്സ് ഫ്ലാറ്റ് വെച്ചെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞല്ലോ ഇലക്ട്രിക് ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന്. ചിലപ്പോ അവർ അതിൽ ഡിസ്ട്രാക്ട് ആയതുകൊണ്ട് ലാൻഡിംഗ് ഗിയർ അപ്പ് ചെയ്യാൻ പറഞ്ഞതാണെങ്കിലോ? ലാൻഡിംഗ് ഗിയറിന്റെ കേസ് ഓക്കെ, നമുക്ക് അങ്ങനെ സമ്മതിക്കാം. പക്ഷെ അപ്പോഴും ഈ വിങ്സിന്റെ കേസ് അങ്ങനെയല്ല. വിങ്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് അതിൽ എത്ര ആളുകൾ ഉണ്ടെന്നുള്ളതും ടെമ്പറേച്ചറും ഒക്കെ നോക്കിയിട്ടാണ് ഒരു പൈലറ്റ് സെറ്റ് ചെയ്യുക. പ്രിലിമിനറി ചെക്ക് ലിസ്റ്റ് എന്ന് പറയും. പക്ഷേ ഈ കേസിൽ ഈ വീഡിയോ ക്രാഷ് ആയ ശേഷമുള്ള വീഡിയോസ് കാണുമ്പോൾ ഈ എല്ലാ പൈലറ്റുമാരും പറഞ്ഞ സംഭവമാണ് എന്തുകൊണ്ട് വിങ്സ് ക്ലോസ്ഡ് ആയിരുന്നുള്ളതാണ് ഇപ്പോഴും ക്വസ്റ്റ്യൻ. ചിലപ്പോൾ അതൊരു മിസ്റ്ററി ആയിരിക്കാം. ഈ ബോയിങ് 787 പോലത്തെ ഫ്ലൈറ്റ്സിൽ ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അലാറം അടിക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് അലാറം അടിച്ചില്ല ഒന്നും നമുക്കറിയില്ല. ഇതൊക്കെ ഒരു മിസ്റ്ററിയാണ്. മേ ബി ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്. സൂൺ ഒരു 3 മുതൽ 6 മാസം വരെയാണ് സമയം പറയാം ഇതിനൊരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് കാത്തിരിക്കാം. മീൻ വൈൽ ആ ഫാമിലീസിന് ദൈവം ശക്തി നൽകട്ടെ.